പരാജയത്തിന് വഴിപ്പെടുകയില്ലെന്നൊരു ദൃഢനിശ്ചയമുണ്ടായിരിക്കണം. അതാണ് വീണ്ടും അമ്മത്രേസ്യ പറയുന്നത്. ഈ ഒരു സദനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ പുറകോട്ട് പോവില്ല, എന്തിനു വേണ്ടി ഇറങ്ങി എന്ത് ബോധ്യം വെച്ച് ആരംഭിച്ചു അത് മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും. പരാജയപ്പെട്ടു പോകാൻ സമ്മതിക്കുക, ദൃഢനിശ്ചയം ഉണ്ടായിരിക്കണം. പിശാച് വാഗ്ദാനം ചെയ്യുന്ന സുഖജീവിതവും മറ്റെല്ലാ സൗകര്യവും ഉപേക്ഷിക്കാൻ ഉറച്ചിരിക്കുകയാണെന്നും ബോധ്യമായാൽ തൽക്ഷണം അവൻ സ്ഥലം വിട്ടുകൊള്ളും. എത്ര നോക്കിയാൽ ഈ ആളിനെ ഇവളെയല്ല ഇവനെ കിട്ടുകയില്ല എന്ന് സാത്താൻ ഉറപ്പ് വന്ന് അവൻ വിട്ടു പോവുകയുള്ളൂ. അവന് വരെ സമയം കളയാനായിട്ട് അവന് താല്പര്യം ഉണ്ടാവുകയില്ല. അങ്ങനെ ഒരു വശമുണ്ട്. നമ്മൾ മാവസം മുങ്ങാനായിട്ട് വരുമ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഇത് തന്നെയാണല്ലോ, സാത്താനെ എൻ്റെ അടിമത്തം ഉപേക്ഷിക്കാൻ അല്ലെ ഒന്ന് സ്വതന്ത്രമാകാൻ നീ ആഗ്രഹിക്കുന്നോ? പിശാചിനെ അവൻ്റെ എല്ലാ ആഡംബരങ്ങളെയും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നു. അങ്ങനെ അവനെ തള്ളി പറയണം, അവനെ ഉപേക്ഷിക്കണം, എനിക്ക് നിന്നെ വേണ്ടെന്ന് അവനോട് പറയണം. അത് ദൃഢനിശ്ചയത്തോടെ നമ്മൾ ചെയ്യുന്നത് കാണുമ്പോഴേക്കും അവൻ്റെ പ്രേരണയ്ക്ക് നമ്മൾ കിട്ടുകയാണെന്ന് കണ്ടു കഴിയുമ്പോൾ അവൻ വിട്ടുപോകും എന്ന് അമ്മത്രേസ്യ പറയുകയാണ്. പൗരുഷം വേണം. സകല പിശാചുക്കളോടും ഒന്നിച്ച് സമരം ചെയ്യാനാണ് പോകുന്നതെന്നും കുരിശിനേക്കാൾ ഉത്തമമായ ആയുധം വേറൊന്നുമില്ലെന്നും ദൃഢമായി ഉറച്ചു കൊള്ളണം. സകല പിശാചുക്കളും ഒന്നിച്ച് യുദ്ധം ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ആയുധം കുരിശ് തന്നെയാണ്. ഇത് ഉറപ്പിച്ചെടുക്കണം. അങ്ങനെ പോരാട്ടത്തിലേക്ക് ഇറങ്ങാൻ അമ്മത്രേസ്യ പറയുകയാണ്.